ഗ്രന്ഥാലയം ട്രൈബ്യൂട്ട് ബൈ സ്റ്റോറീസ് എന്ന് പറയുന്ന സന്നദ്ധ സംഘടനയുടെ സഹകരണത്തോടുകൂടി പല വർഷത്തെ വിതരണ പരിപാടിയാണ്. അതായത് ഇവരുടെ പരിപാടി കേരള സംസ്ഥാനത്ത് മൂലമായി 1,00,000-ഓളം ഫലവൃക്ഷ തൈകൾ നടുക എന്നുള്ള പദ്ധതിയുടെ ഭാഗമായിട്ടാണ് നമ്മളിതിവിടെ ഒത്തുചേർന്നിരിക്കുന്നത്. അവരോട് സഹകരിച്ചുകൊണ്ട് നമ്മുടെ ലൈബ്രറി കേന്ദ്രീകരിച്ച് ലൈബ്രറിയും പരിസര പ്രദേശത്തുള്ള വീടുകളിലും തൈ നടുക എന്നുള്ള പദ്ധതിയാണ് ഇവിടെ ഇന്ന് നടപ്പിലാക്കാൻ പോകുന്നത്. കുറച്ചും കൂടി വിപുലമായ രീതിയിലായിരുന്നു പരിപാടി ആലോചിച്ചത്. പക്ഷെ രാവിലെ ആയത് കാരണം ഉദ്ദേശിച്ച രീതിയിൽ ആളുകൾ എത്തിച്ചേർന്നില്ല. ഒരു ചെറിയൊരു ചടങ്ങിന്റെ നമുക്ക് പരിപാടി നടത്താം. ആദ്യമായി നമ്മൾ ഇതിൽ അധ്യക്ഷം വഹിക്കാൻ വേണ്ടിയിട്ട് നമ്മളോട് ക്ഷണിക്കുന്നു. നമ്മുടെ കേരള ഗവൺമെന്റ് നടപ്പിലാക്കുന്ന നമ്മുടെ വനവൽക്കരണം, അതുപോലെ ഫലവൃക്ഷ തൈകൾ ഉൾപ്പെടെ നമ്മുടെ നാട്ടിൽ വെച്ചുപിടിപ്പിച്ചുകൊണ്ട് നമ്മുടെ വരൾച്ച ഒഴിവാക്കുന്നതിനും അതുപോലെ നാടിനെ നന്മ നൽകുന്നതിനും വേണ്ടിയുള്ള ഒരു പദ്ധതിയാണ്. 1,00,000 തൈയാണ് ഇത് ഇവരുടെ പ്രവർത്തനത്തിൽ കൂടി നടപ്പിലാക്കാൻ വേണ്ടി പോകുന്നത്. പ്രയാസങ്ങൾ ഇതിൻ്റെ അഞ്ചാലപ്പറ്റി തന്നെ നൽകാറുണ്ട്. അപ്പോൾ നമ്മുടെ പരിപാടി ഇതുകൊണ്ടും വലിയ എല്ലാ വീടുകളിലും പോയി നടന്ന ഒരു പരിപാടിയാണ് നടത്തിയിട്ടുള്ളത്. അത് 10-30 വീടുകളാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. 1,00,000 തൈയാണ് ഇവരുടെ നിർദ്ദേശപ്രകാരം നമുക്ക് അവരുടെ പ്രവർത്തനം കൊണ്ട് വ്യാപിക്കാൻ വേണ്ടി ആലോചിച്ചിട്ടുള്ളത്. എന്തായാലും ഈ പദ്ധതി നമ്മുടെ നാടിനും നമ്മുടെ ഗവൺമെന്റിനും നമ്മുടെ സമൂഹത്തിനും എല്ലാം തന്നെ വലിയ മാറ്റം ഉണ്ടാകുന്ന രൂപത്തിലേക്ക് ഇതിലേക്ക് മാറും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അതിന് എല്ലാവരുടെയും ഈ തൈ നട്ട് ഒന്ന് മഴക്കാലാതെ നമ്മൾ നട്ടിട്ടൊന്നുമില്ല. ഇത് നനച്ച് അതിനെ സംരക്ഷിക്കുന്നത് കൂടി നമുക്ക് എന്ത് ചെയ്യണം, നട്ട് ഇവരെ എന്ത് ചെയ്യും, വേഗം പോകും. പക്ഷേ അത് സംരക്ഷിക്കേണ്ട ഭാഗത്ത് കൂടി നമുക്ക് ആണ്. അത് കൂടി ഏറ്റെടുത്തുകൊണ്ട് നമുക്കിത് പ്രാവർത്തികമാക്കാൻ വേണ്ടി കഴിയണം എന്ന് മാത്രം സൂചിപ്പിക്കുകയാണ്. സ്റ്റേറ്റ് കോർഡിനേറ്റർ കൂടിയായ ആളാണ്. അവരെ ഈ 2 സംസാരിക്കുന്നതിന് വേണ്ടി ക്ഷണിക്കുകയാണ്. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ, വേദിയിലും സദസ്സിലുള്ള ശിഷ്യവിദ്യകളെ എല്ലാവർക്കും നമസ്കാരം. ഞങ്ങൾ ചെയ്യുന്നത് 1,00,000 മരങ്ങൾ കേരളത്തിൽ നട്ട് വളർത്തുക എന്നുള്ളൊരു പദ്ധതിയാണ്. സജീവ് സ്റ്റോറീസ് ഫൗണ്ടേഷനാണ് ഇതിൽ ഫണ്ട് ചെയ്യുന്നത്. നമ്മൾ 1,00,000 മരങ്ങൾ നട്ടിട്ട് പോവല്ല, അത് സംരക്ഷിക്കാൻ ഓരോ വീട്ടിൽ നിന്നും 3 പേരുടെ രജിസ്ട്രേഷൻ, അതായത് 3 പേരുടെ ഫോൺ നമ്പറും പേരും നമ്മൾ ഇതിൽ രജിസ്റ്റർ ചെയ്യുന്നുണ്ട്. അത് ഈ മരങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി മാത്രമാണ്. നിങ്ങൾ ഇതിന് ഫോൺ നമ്പറൊന്നും വേറൊരു കാര്യത്തിനും ദുരുപയോഗം ചെയ്യുന്നില്ല, അത് ഗ്യാരണ്ടി പറഞ്ഞുതരാം. നമ്മൾ സ്റ്റോറീസ് ഫൗണ്ടേഷന്റെ അണ്ടറിൽ വരുന്നത് സ്റ്റോറീസ്, സോഡിയ എന്ന കുറച്ച് ഫർണിച്ചർ ബ്രാൻഡുകളാണ്. നമ്മൾ ഇതൊക്കെ ചെയ്യുന്നത് മരങ്ങൾ വെട്ടി നശിപ്പിച്ചുകൊണ്ട് മാത്രമല്ല. ഫർണിച്ചർ ഉണ്ടാക്കാൻ മരങ്ങൾ എന്തായാലും നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ടാകും. അതുകൊണ്ട് മാത്രമല്ല, നമ്മൾ ഓരോരുത്തരും ഓരോ ദിവസവും 550 ലിറ്ററോളം ഓക്സിജൻ നമ്മൾ ശ്വസിക്കുന്നുണ്ട്. അപ്പം നമ്മുടെ എല്ലാവരുടെയും പദ്ധതിയാണ് പ്രകൃതിക്ക് അത് തിരിച്ചു കൊടുക്കുക എന്നുള്ളത്. അതിനുവേണ്ടി നമ്മൾ എത്ര മരങ്ങൾ നട്ടാലാണ് നമുക്ക് പ്രകൃതിക്ക് നമ്മൾ ഈ കടപ്പാട് നമുക്ക് തീർക്കാൻ പറ്റുന്നത്. അതുകൊണ്ട് എല്ലാവരും നന്നായിട്ട് മരങ്ങൾ നടുക, നമ്മൾ നട്ടുതരുന്ന മരങ്ങൾ നന്നായിട്ട് സംരക്ഷിക്കുക. നമ്മൾ പിന്നെ പ്രകൃതിക്ക് വേണ്ടി ഇത് ചെയ്യുന്നതുകൊണ്ട് നമ്മൾ ബഡ് ചെയ്ത തൈകളല്ല വയ്ക്കുന്നത്.
വളർത്താത്ത പ്രകൃതിയിൽ കിടന്ന് പ്രകൃതിയിൽ നല്ല പ്രതിരോധ ശേഷിയൊക്കെയുള്ള നല്ല തൈകളാണ് നമ്മൾ വെക്കുന്നത്. എല്ലാവരുടെയും സഹകരണവും ഒക്കെ ഞങ്ങൾ